പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏത് ഭാഷയിലും എന്ന പോലെ ഇംഗ്ലീഷിലും ആശയവിനിമയത്തിന് ആവശ്യം സെൻറ്റൻസുകളാണ്. സെൻറ്റൻസുകളുടെ നിരവധി വീഡിയോ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് സിമ്പിൾ സെൻറ്റൻസുകളും കോംപ്ലക്സ് സെൻറ്റൻസുകളും ഒക്കെ ആയിരുന്നു. നമുക്ക് പല സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ ആയിരുന്നു. പലതരം സെൻറ്റൻസുകൾ ഉണ്ടല്ലോ. ഈ വീഡിയോയിൽ നോക്കുന്നത് ഏതൊക്കെയാണ് എന്നാണ്. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ച് പ്രോത്സാഹിപ്പിക്കുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ അവയുടെ ഘടനയെയും സ്ട്രക്ചർ, പ്രവർത്തനത്തെയും ഫംഗ്ഷൻ അടിസ്ഥാനമാക്കി പലതായി തരംതിരിച്ചിരിക്കുന്നു. ആദ്യം ഘടനയെ അടിസ്ഥാനമാക്കിയുള്ള സെൻറ്റൻസുകൾ ഏതെല്ലാം എന്ന് നോക്കാം. ബേസ്ഡ് ഓൺ സ്ട്രക്ചർ. 1. സിമ്പിൾ സെൻറ്റൻസ് contains one independent clause. Example, she reads books. 2. Compound sentence contains two or more independent clauses joined by a coordinating conjunction such as for, and, but, or, so, or a semicolon. രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ ഒരു കോർഡിനേറ്റിംഗ് കഞ്ചക്ഷനെ കൊണ്ടോ ഒരു സെമിക്കോളനെ കൊണ്ടോ ചേർത്ത് നിർമ്മിക്കുന്നു. എക്സാമ്പിൾ, ഷീ റീഡ്സ് ബുക്സ് ആൻഡ് ഹി വാച്ചസ് മൂവീസ്. 3. കോംപ്ലക്സ് സെൻറ്റൻസസ് കണ്ടെയ്ൻസ് വൺ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആൻഡ് അറ്റ് ലീസ്റ്റ് വൺ ഡിപെൻഡൻറ്റ് ക്ലോസ്. എക്സാമ്പിൾ, ഷീ റീഡ്സ് ബുക്സ് ബിക്കോസ് ഷീ എൻജോയ്സ് ലേണിംഗ്. 4. കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസസ് കണ്ടെയ്ൻസ് അറ്റ് ലീസ്റ്റ് two independent clauses and one or more dependent clauses. Example, she reads books because she enjoys learning and he watches movies in his free time. ഘടനയെ അടിസ്ഥാനമാക്കി സെൻറ്റൻസുകളെ ഇങ്ങനെ തിരിച്ചിരിക്കുന്നു. ആരംഭഘട്ടത്തിൽ സിമ്പിൾ സെൻറ്റൻസിൻ്റെയും കോംപ്ലക്സ് സെൻറ്റൻസിൻ്റെയും സ്ട്രക്ചർ ശരിയാവണ്ണം മനസ്സിലാക്കിയാൽ മതിയാവും. ഇനി ഫംഗ്ഷനെ അടിസ്ഥാനമാക്കിയുള്ള സെൻറ്റൻസുകൾ ഏതെല്ലാം എന്ന് നോക്കാം. 1. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഇത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. എക്സാമ്പിൾ, ദ സൺ ഈസ് ഷൈനിങ്. അവസാനത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതോടെ വാചകം അവസാനിച്ചു. 2. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. ചോദ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, വെർ ആർ യു ഗോയിങ്. അവസാനത്തിൽ ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുന്നു. 3. ഇംപെരറ്റീവ് സെൻറ്റൻസ്. ഇത് കമാൻഡിനോ റിക്വസ്റ്റിനോ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ക്ലോസ് ദ ഡോർ. 4. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഇത് സ്ട്രോങ് ഇമോഷനെ കാണിക്കുന്നു. എക്സാമ്പിൾ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. അവസാനത്തിൽ എക്സ്ക്ലമേറ്ററി മാർക്ക് ഇടുന്നു. അടിസ്ഥാനമായി ഇംഗ്ലീഷിൽ ഈ 8 സെൻറ്റൻസുകൾ ആണ് ഉള്ളത്. ഇതിനെപ്പറ്റിയാണ് അറിഞ്ഞിരിക്കേണ്ടത്. വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.